ചാലക്കുടിയിൽ നിന്നും ലെബി സജീന്ദ്രനുണ്ട്. ലെബി, ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും മത്സരിക്കുമ്പോൾ കെ ഉണ്ണികൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. എങ്ങനെയാണ് ഇപ്പോൾ മത്സരം പുരോഗമിക്കുന്നത്? തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികളിലേക്ക് 3 സ്ഥാനാർത്ഥികളും കിടന്നിട്ടുണ്ട്. ഒപ്പം 2020 സ്ഥാനാർത്ഥിയും. ചാലക്കുടി മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നികേഷ്, ഇത് പൊതുവെ UDF അനുകൂല ഫലം കാണിച്ചിട്ടുള്ള മണ്ഡലമാണ്. 57-ൽ മുകുന്ദപുരം ആയതിനു ശേഷം ഇങ്ങോട്ട് 57 മുതൽ 2009 വരെ മണ്ഡലത്തിന്റെ പേര് മുകുന്ദപുരം എന്നായിരുന്നു. ഈ സമയത്തെല്ലാം ഇവിടെ പനമ്പിള്ളിയും അതുപോലെ തന്നെ കെ കരുണാകരനും ഒക്കെ വിജയിച്ചു കയറിയ മണ്ഡലമാണ്. ഭൂരിഭാഗം തവണകളിലും UDF ആണ് വിജയിച്ചിട്ടുമുള്ളത്. എന്നാൽ അട്ടിമറി ഉണ്ടായിട്ടുമുണ്ട്. 2004-ൽ പത്മജ വേണുഗോപാലിനെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് 1 ലക്ഷത്തിൽ മേലെ വോട്ടുകൾക്ക് ലോനപ്പൻഡമ്മാടൻ ജയിച്ചു കയറിയ മണ്ഡലമാണ്. അതേ അട്ടിമറി പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നസെന്റ് PC ചാക്കോയെ അട്ടിമറിച്ചുകൊണ്ടും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അട്ടിമറി വിജയം ഉണ്ടായിട്ടുള്ള മണ്ഡലമാണ് ചാലക്കുടി. എന്നിരുന്നാൽ പോലും UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. LDFും ആത്മവിശ്വാസത്തിൽ തന്നെ. UDFിന്റെ ആത്മവിശ്വാസം ബെന്നി ബെഹനാനെ പോലെ വളരെ പ്രഗത്ഭനായ, വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. അതുമാത്രമല്ല, LDFിനെ സംബന്ധിച്ചിടത്തോളം സി രവീന്ദ്രനാഥാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ജനകീയനായ ആളാണ്. മന്ത്രി എന്നുള്ള നിലയിൽ LDFിന്റെ ഒരു വിജയപ്രതീക്ഷ, മന്ത്രി എന്നുള്ള നിലയിൽ അക്കാലത്ത് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമൊക്കെയായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ക്രിസ്ത്യൻ സഭകളുമായിട്ട് സഭയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ പോലും ബന്ധമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ആളാണ് എന്ന് കരുതുന്നു. അതേസമയം മറ്റൊരു കാര്യം ഇതിൽ പറയേണ്ടത്, കഴിഞ്ഞ തവണ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനായിരുന്നു. AN രാധാകൃഷ്ണൻ അന്ന് BJP സ്ഥാനാർത്ഥി ആയിരുന്നപ്പോൾ സമാഹരിച്ച വോട്ടുകൾ ഇത്തവണ അത്രത്തോളം വോട്ടുകൾ ചോർന്നു പോകില്ല, അല്ലെങ്കിൽ അത്രത്തോളം വോട്ടുകൾ BJPക്ക് കിട്ടില്ല എന്നൊരു കണക്കുകൂട്ടൽ LDF UDF മുന്നണികൾക്കുണ്ട്. കാരണം BDJSന്റെ സ്ഥാനാർത്ഥിയാണ് ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, മറ്റു മണ്ഡലങ്ങളെ വച്ച് നോക്കുമ്പോൾ നാലാമതൊരു കക്ഷിക്കും പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് 2020 ആണ്. 2020യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ 42,783 വോട്ട്, അതുപോലെ തന്നെ പെരുമ്പാവൂര് 20,000-ഓളം വോട്ടൊക്കെ നേടിയിട്ടുണ്ട്. എങ്കിൽ പോലും രണ്ട് മുന്നണികളും കണക്കാക്കുന്നത് നിയമസഭയുടെ ഒരു കണക്ക് ലോക്സഭയിലേക്ക് ഉണ്ടാവില്ല. അത്രത്തോളം വോട്ടുകൾ ഇവർ മൊബിലൈസ് ചെയ്യില്ല എന്ന് കരുതുന്നുണ്ട്. എങ്കിൽ പോലും ഒരു 50,000-ഓളം വോട്ടിലേക്ക് 50,000 മറികടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ജയപരാജയത്തെ നിർണ്ണയിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് LDF ക്യാമ്പിലുള്ളത്. എന്നാൽ അത് അത്ര കണ്ട് ബാധിക്കില്ല എന്ന് UDF കേന്ദ്രവും വിലയിരുത്തുന്നു. ഏതായാലും വലിയ ചാലക്കുടിയിലെ ബെന്നി ബെഹനാനും സി രവീന്ദ്രനാഥും കെ ഉണ്ണികൃഷ്ണനും തമ്മിലാണ് പോരാട്ടം.